ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി ഭാഗ്യവചനധാരയിൽ ഒരു വചന ശുശ്രൂഷ നടത്താൻ സാധിക്കുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവമായുള്ളവേ, എൻ്റെ സങ്കടയാതന കേൾക്കണമേ. നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുങ്ങി കാത്തിരിക്കുന്നു. 5-ാം സങ്കീർത്തനത്തിലെ 2-3 വാക്യങ്ങൾ. എന്നാൽ ഈ സങ്കീർത്തനം പ്രാർത്ഥന മൂലം സാധ്യമാവുന്ന ദൈവ മനുഷ്യ ബന്ധത്തെക്കുറിച്ചുള്ള സനാതന സത്യങ്ങൾ വെളിപ്പെടുത്തുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്നുള്ളത് ഉറപ്പായ വസ്തുതയാണ്. പക്ഷെ പലർക്കും അത് ബോധ്യമല്ല. വിശ്വാസികൾ എന്ന് പറയുന്നവർ തന്നെ സംശയം പുലർത്തുന്നവരാണ്. യുക്തിവാദികളും അജ്ഞേയരും ഇതിനെ പല വിധത്തിൽ വ്യാഖ്യാനിക്കുന്നു. ഒരിക്കൽ ഗ്രന്ഥകാരനും വേദ അധ്യാപകനുമായ P.B. മേയർ കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഇദ്ദേഹത്തെ അറിയാവുന്ന കപ്പൽ മേധാവി യാത്രക്കാർക്ക് വേണ്ടി ഒരു ക്ലാസ് എടുക്കുവാൻ അഭ്യർത്ഥിച്ചു. വിഷയം പ്രാർത്ഥനയ്ക്ക് ഉത്തരം സുനിശ്ചിതം എന്നതായിരുന്നു. ഈ കപ്പലിൽ ഒരു നിരീശ്വരവാദിയും ഉണ്ടായിരുന്നു. ക്ലാസ്സിന് ശേഷം ഈ നിരീശ്വരവാദി മറ്റൊരു യാത്രക്കാരനോട് പറഞ്ഞു, മേയർ പറഞ്ഞതിൽ ഒരു വാക്കുപോലും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇയാൾ കപ്പലിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ 2 കൈകളും മടിയിൽ മലർത്തിക്കൊണ്ട് ഗാഠനിദ്രയിലായിരിക്കുന്നത് കണ്ടു. അന്ന് രാവിലെ ഭക്ഷണമേശയിൽ നിന്നെടുത്ത 2 ഓറഞ്ചുകൾ അയാളുടെ പോക്കറ്റിലുണ്ടായിരുന്നു. തമാശയ്ക്കായി അയാൾ 2 ഓറഞ്ചുകളും ഈ സ്ത്രീയുടെ ഓരോ കൈയിൽ വെച്ചു കൊടുത്തു. അവർ കണ്ണു തുറന്നപ്പോൾ കൈകളിൽ ഇരിക്കുന്ന ഓറഞ്ച് കണ്ടു. അവരത് പൊളിച്ച് ഓരോ അല്ലിയും ആർത്തിയോടെ തിന്നുകൊണ്ടിരുന്നു. ഇത് കണ്ട നിരീശ്വരവാദി അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഓറഞ്ച് വളരെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുവല്ലോ. ശരിയാണ് കുഞ്ഞേ, 2 ദിവസമായി കപ്പൽ ചുരുക്കുകൊണ്ട് ഞാൻ വലയുകയായിരുന്നു. ഞാൻ ദൈവത്തോട് എനിക്ക് ഒരു ഓറഞ്ച് കിട്ടിയാൽ ആശ്വാസമാവുമെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഉണർന്നപ്പോൾ 1 അല്ല 2 ഓറഞ്ചുകൾ എനിക്ക് ലഭിച്ചു. നല്ലവനായ ദൈവത്തിന് സ്തുതി. സാധുവായ ആ സ്ത്രീയുടെ വാക്കുകൾ അയാളെ കൂടുതൽ ചിന്തിപ്പിച്ചു. മേയറുമായി കൂടുതൽ ബന്ധപ്പെടുവാനും വിശ്വാസത്തിൻ്റെ പാതയിലേക്ക് വരുവാനും അയാൾക്കിടയായി. ഈ സങ്കീർത്തനത്തിൽ ഉടനീളം സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും ചിന്തകൾ അലയടിക്കുന്നു. അത് യഥാർത്ഥത്തിൽ ആരാധനയിൽ നിന്ന് അനുഭവവേദ്യവുമാണ്. യുക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ നിർവചിക്കാവുന്നതല്ല പ്രാർത്ഥനയുടെ അത്ഭുത ശക്തി. ശാസ്ത്രത്തിൻ്റെ പരിധിയിൽപ്പെടുത്താനും സാധ്യമല്ല. പ്രാപഞ്ചിക സത്യങ്ങളെ വിശകലനം ചെയ്ത് വിശദീകരിക്കുകയാണ് ശാസ്ത്രം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പരിധിയോ പരിമിതിയോ കൽപ്പിക്കാവുന്നതല്ല. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വഴിയാണ് നാം വസ്തുതകളെ ഗ്രഹിക്കുന്നതും വിലയിരുത്തുന്നതും. എന്നാൽ 6ാമതൊരു ഇന്ദ്രിയമുണ്ട്, അതാണ് വിശ്വാസം. ശാസ്ത്രവിജ്ഞാനമോ താത്വിക ബോധമോ ഒന്നുമില്ലാത്ത സാധാരണക്കാരനായ ദൈവമക്കൾ വിശ്വാസത്തിൽ കൂടി ദൈവീയ സത്യങ്ങളെ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. നമ്മൾ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന സ്തുതിവാക്യം ഉച്ചരിക്കുമ്പോൾ ഒരു വലിയ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. അതായത് നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അധികമായി ദൈവം നമുക്ക് ചെയ്തു തരുന്നു. അത് സാധ്യമാകാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ അദൃശ്യ ശക്തി നമ്മിൽ വ്യാപരിക്കുന്നുണ്ട്. ദൈവം വെറുക്കുന്ന 6 കാര്യങ്ങളുണ്ട്. അവ ദുഷ്ടത, അഹങ്കാരം, നീതികേട്, ഭോഷ്ക്, രക്തപാതകം, ചതി എന്നിവയാണ്. മേൽപ്പറഞ്ഞ വൈകൃതങ്ങൾ ഉള്ളവർക്ക് ദേവാലയത്തിൽ ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും ആരാധിക്കുവാൻ സാധ്യമല്ല. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന് അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുവെന്നും നാം അറിയുന്നു. ദൈവത്തിൽ ശരണം പ്രാപിക്കുന്നവർ സുരക്ഷിതരാണ്. ദൈവം അവരോട് കൂടെയാണ്. അവിടുന്ന് അവരെ താങ്ങുന്നു, അനുഗ്രഹിക്കുന്നു. അവർ ദൈവകാരുണ്യം അനുഭവിക്കുന്നു. ദൈവം അവരെ താങ്ങി നിർത്തുന്നു. സംരക്ഷിച്ച് പരിപാലിക്കുന്ന നമുക്കും പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന നിർത്തുന്നു. നന്ദി, നമസ്കാരം.